നമസ്കാരം. റേഷൻ വിതരണത്തിനുള്ള ഇ-പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല നടപടികൾ സ്വീകരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് ഇ-പോസ് മെഷീൻ തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ ജാഗ്രത വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇ-പോസ് മെഷീൻ നെറ്റ്വർക്ക് തകരാറിലായി റേഷൻ വിതരണം തടസ്സപ്പെട്ടു. കടകൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് മന്ത്രി യോഗം വിളിച്ചത്. ഭാവിയിൽ ഇത്തരം പരാതികൾ ഉണ്ടാകാതിരിക്കാൻ നടപടി വേണമെന്നും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതി. വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. മാള പൊയ്യയിൽ കിടപ്പ് രോഗിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ഹോം നഴ്സും സുഹൃത്തും അറസ്റ്റിൽ. എറണാകുളം നെട്ടൂർ സ്വദേശിനി അനുഷ സെബാസ്റ്റ്യൻ, പത്തനംതിട്ട സ്വദേശി പ്രിൻസ് ജോൺ എന്നിവരെയാണ് ഗോവയിൽ നിന്ന് മാള പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതി. വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കൊമേഴ്സ് വിദ്യാർത്ഥി അമൽ വിനോദിനെയാണ് കമ്പ്യൂട്ടർ അധ്യാപകൻ മനു മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ ലാബിൽ ക്ലാസ് നടക്കുന്നതിനിടെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ അധ്യാപകൻ ചെകിടത്തടിച്ചതെന്ന് വിദ്യാർത്ഥി ആരോപിച്ചു. കമ്പ്യൂട്ടർ ലാബിന്റെ സമയമായിരുന്നു. അപ്പൊ സാറ് പെട്ടെന്ന് വന്നിട്ട് ഒരു കാരണം കൂടാണ്ട് എൻ്റെ മുഖത്ത് ചെവി ചേർന്ന് അടിച്ചു. മുഖത്ത് തെറ്റെൻ്റെ ഭാഗത്തല്ലെന്ന് പറഞ്ഞിട്ടും സാറ് സമ്മതിക്കണ്ടായില്ല. അത് ഞാൻ പ്രിൻസിപ്പളുടെ അടുത്തും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. തക്കതായ എന്തെങ്കിലും ശിക്ഷ അവർക്ക് നൽകണം. ഞാൻ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചെന്നാ, യൂട്യൂബ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റം എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. എന്നിട്ടാണ് ഞാൻ പറഞ്ഞാണ് എൻ്റെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആള് സമ്മതിക്കണ്ടായില്ല. മുമ്പ് കുറേ പിള്ളേർക്ക് ഇങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട് ആള്, പുറത്തും കഴുത്തിനൊക്കെ. പ്രിൻസിപ്പൾ പറഞ്ഞു നാളെ അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു PTA മീറ്റിങ്ങിന്. അപ്പം അപ്പൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നുണ്ട്. ചെവി ഇപ്പോഴും എനിക്ക് നല്ല വേനുണ്ട്. സംഭവ സമയത്ത് തന്നെ സഹപാഠികൾ അധ്യാപകരെ വിവരം അറിയിച്ചെങ്കിലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് സമയബന്ധിതമായ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. വീട്ടിലെത്തിയ ശേഷമാണ് കുട്ടിയുടെ പരിക്ക് മാതാപിതാക്കൾ ശ്രദ്ധിച്ചത്. തുടർന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചെവിക്ക് ബുദ്ധിമുട്ടുള്ളതിനാൽ വിദഗ്ധ പരിശോധന നടത്താൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും കുടുംബം അറിയിച്ചു. വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. ഈ ക്യാമ്പസിലെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കരണമടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാനേജ്മെന്റിനോട് ഞങ്ങൾ പറയുന്നു, ആ പ്രവണതയുമായി മനുവല്ല മറ്റാരെങ്കിലും ഈ ക്യാമ്പസിലുണ്ടെങ്കിൽ കാലാവരിച്ച് താഴെയിടുന്ന പരിപാടിയല്ലാതെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് SFI. നിങ്ങളുടെ ജോലി പഠിപ്പിക്കുക എന്നതാണ്, അല്ലാതെ കവലച്ചട്ടമ്പികളെ പോലെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ചെകിടത്തടിക്കലല്ല നിങ്ങളെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. കൊമേഴ്സ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സമരത്തിൽ പൂർണ്ണമായി പങ്കെടുത്തു. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അമാൻ ഗഫൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി അഭിജിത്ത് CR, ശ്രദ്ധ K രാജ് എന്നിവർ സംസാരിച്ചു. കുറ്റാരോപിതനായ അധ്യാപകനെ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. മുമ്പും ഈ അധ്യാപകൻ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടുണ്ടെന്നും ഇനി അധ്യാപകൻ പഠിപ്പിക്കുന്ന ക്ലാസുകളിൽ ഇരിക്കില്ലെന്ന നിലപാടിലുമാണ് വിദ്യാർത്ഥികൾ. അതേസമയം പരാതി ഗൗരവമായി പരിശോധിച്ചു വരികയാണെന്നും അടിയന്തരമായി PTA യോഗം ചേർന്ന് ഉചിതമായ തീരുമാനം സ്വീകരിക്കുമെന്നും സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ ടൈം, മാള. മാള പൊയ്യയിൽ കിടപ്പ് രോഗിയുടെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ഹോം നഴ്സും സുഹൃത്തും അറസ്റ്റിൽ. എറണാകുളം നെട്ടൂർ സ്വദേശിനി അനുഷ സെബാസ്റ്റ്യൻ, പത്തനംതിട്ട സ്വദേശി പ്രിൻസ് ജോൺ എന്നിവരെയാണ് ഗോവയിൽ നിന്ന് മാള പോലീസ് പിടികൂടിയത്. 3.15 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതായാണ് കേസ്.
പൊയ്യ സ്വദേശിയായ കിടപ്പ് രോഗിയുടെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന ഏകദേശം 22 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് ഹോം നഴ്സായ അനുഷ സെബാസ്റ്റ്യനും ആൺസുഹൃത്തായ പ്രിൻസ് ജോണും അറസ്റ്റിലായത്. പൊയ്യ സ്വദേശി അഫ്രേമിന്റെ കിടപ്പിലായ ഭാര്യയെ പരിചരിക്കാനെത്തിയ അനുഷ വിശ്രമിച്ച സമയത്ത് രോഗിയുടെ ശരീരത്തിലുണ്ടായിരുന്ന 12 ഗ്രാം മാല, 8 ഗ്രാം വള, 2 ഗ്രാം മോതിരം എന്നിവയടക്കം ഏകദേശം 3.15 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതായാണ് കേസ്. മോഷണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ ഗോവയിൽ കണ്ടെത്തി. ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന പ്രതികളെ മാള പോലീസ് പിടികൂടുകയായിരുന്നു. പ്രിൻസ് ജോൺ കാപ്പ കേസ് പ്രതിയാണെന്നും പ്രമുഖരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് പണം തട്ടിയെടുത്ത കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്നും പോലീസ് അറിയിച്ചു. ഇയാൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകളും നിലവിലുണ്ട്. പ്രിൻസ് ജോണും അനുഷയും ചേർന്നാണ് മോഷണം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കി. മീഡിയ ടൈം, മാള. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലയിലും തീരദേശ പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെയും കിഴക്കൻ അറബിക്കടലിനു മുകളിലെ ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടും നിലവിലുണ്ട്. വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ മലയോര മേഖലയിലും തീരദേശ പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ ഉദ്ഘാടനവും താക്കോൽ കൈമാറ്റവും നടന്നു. കയ്പമംഗലം MLA KK വത്സരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. SSM ട്രസ്റ്റ് പ്രസിഡന്റ് PA സീതി, ഹഫീദ PS, മുൻ MLA ET ടൈസൺ, അൽത്താഫ് KM എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MP സ്നേഹലത, എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ VM സുഹൈൽ, സ്കൂൾ മാനേജർ അബ്ദുൽ ഖയ്യൂം, സ്കൂൾ പ്രിൻസിപ്പൽ TV സമീന എന്നിവർ സംസാരിച്ചു. സ്ഥലവും വീടും നിർമ്മിക്കുന്നതിനായി 12 ലക്ഷം രൂപയാണ് സ്വരൂപിച്ചത്. പടിഞ്ഞാറെ വെമ്പലൂർ ശ്രീ സായി വിദ്യാഭവനിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. പുറനാട്ടുകര ശ്രീ രാമകൃഷ്ണാശ്രമം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്തു. വനാന്തരങ്ങളിൽ നിരന്തരമായി തപസ് ചെയ്ത് മനസ്സ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറത്ത് പോയിട്ട് കാണുന്ന ദർശനങ്ങളാണ് വേദങ്ങൾ. സാധാരണ കണ്ണുകൊണ്ട് ദർശിക്കുന്നതല്ല, അതീന്ദ്രിയ ദർശനങ്ങളാണ് വേദങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയാലും ഈ വേദമന്ത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. വേദമന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലുന്നത് വലിയൊരു പുണ്യമാണ്. വിവേകാനന്ദ സ്വാമിജി പറയും, മനുഷ്യനെ അവൻ്റെ കർമ്മം കൊണ്ട്, നല്ല കർമ്മം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ദേവനോളം ഉയരാൻ സാധിക്കും. അതുപോലെ പ്രവൃത്തി മോശമാണെങ്കിൽ മൃഗത്തെക്കാളും താഴാനും സാധിക്കും. കാരണം മൃഗത്തെക്കാളും മോശമായിട്ട് മനുഷ്യരെ നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ദേവന്മാരായി തീരണമെങ്കിൽ ഇങ്ങനെയുള്ള വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി നല്ല കുട്ടികളായി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ദേവത്വത്തോളം ഉയരാൻ സാധിക്കും. ബാബ സായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി. ചടങ്ങിൽ സ്കൂൾ അക്കാദമിക് ഡയറക്ടർ C വിജയകുമാരി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരദ B മേനോൻ, CEO വിഷ്ണു സായി മേനോൻ, പ്രിൻസിപ്പൽ CG സിജേഷ്, വൈസ് പ്രിൻസിപ്പൽ PC മോഹനൻ, ഡയറക്ടർ ബോർഡ് മെമ്പർ NV ഷാജി എന്നിവർ പങ്കെടുത്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കൊടുങ്ങല്ലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആശ്വാസമല്ല എങ്കിലും നമ്മുടെ അംഗങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയാണ് ആ വീട്ടിലെ ഒരു അംഗത്തിന്, മനുഷ്യ അംഗത്തിന്റെ ആരാണ് വൈഫോ മക്കളോ ആരാച്ചാൽ അവർക്ക് കൊടുക്കുന്നത്. അപ്പോഴാണ്
ഈ സംഘടന എൻ്റെ അച്ഛൻ അല്ലെ എൻ്റെ അമ്മ ഈ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് അവർക്ക് അഭിമാനം തോന്നുന്നൊരു സമയമാണത്. കാരണം ആശ്വാസവാക്കുകൾ എല്ലാവർക്കും പറയാൻ പറ്റും, പക്ഷേ ഈ 10 ലക്ഷം രൂപ കൊണ്ട് കൊണ്ടുകൊടുക്കുക എന്നുള്ള നിസ്സാര തുകയല്ല. കാരണം ചില വീടുകളിലൊക്കെ എനിക്കറിയാം. യൂണിറ്റ് പ്രസിഡന്റ് സത്യജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വിജയ് ഭാരത്, ജോജൻ, ജോസഫ്, MR സജിത്ത്, കെ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതി. വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. മാള പൊയ്യയിൽ കിടപ്പ് രോഗിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ഹോം നഴ്സും ആൺ സുഹൃത്തും അറസ്റ്റിൽ. എറണാകുളം നെട്ടൂർ സ്വദേശിനി അനുഷ സെബാസ്റ്റ്യൻ, പത്തനംതിട്ട സ്വദേശി പ്രിൻസ് ജോൺ എന്നിവരെയാണ് ഗോവയിൽ നിന്ന് മാള പോലീസ് പിടികൂടിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.